പെട്ടെന്നൊരു തോന്നിയിട്ട് അമ്പലത്തിൽ പോകുക. എനിക്കറിയാൻ പാടില്ല, ഇന്ന് മാത്രം എന്താ എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് തോന്നിയത്. ചിലപ്പോൾ ഒത്തിരി സമാധാനപ്പെടണമെന്ന് തോന്നിക്കാണും. എന്നോരേ ഇരിപ്പാണല്ലോ, ഒരു ഒരു വെറൈറ്റി ഡേ ഇൻ മൈ ലൈഫ്. കണ്ടതെല്ലാം വരുത്തിച്ചു, ഞാൻ പോവുകയാണ്. അമ്മയോട് പറഞ്ഞു, അച്ഛനോടൊന്നും പറഞ്ഞില്ല. അമ്പലത്തിലോട്ടായതുകൊണ്ട് പിന്നെ പുള്ളിക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്ന് ഞാനെന്ന് വിചാരിച്ചു. പിന്നെ അമ്പലത്തിലോട്ടാണെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം. എവിടെ പോയാലും എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം. പിന്നെ പൊട്ടെനിക്ക് വേണം, നിർബന്ധമാണ്. പിന്നെ കണ്ണെഴുതാൻ വലിയ വശമില്ല. എനിക്ക് ഏറ്റവും തെറ്റിപ്പോകുന്നത് രണ്ടും ഒരേപോലെ എഴുതുമ്പോഴാണ്. രണ്ടും രണ്ട് രീതിക്ക് എഴുതുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ കണ്ണാടി നോക്കി തന്നെ നമ്മൾ അരമണിക്കൂർ അവിടെ നിൽക്കും. പിന്നെ കീ എടുത്തു, അമ്പലത്തിൽ പോയി. ഇപ്പം എനിക്ക് വന്നു തരാൻ പറ്റൂ? ആരും കണ്ടില്ല, ആയിക്കോട്ടെ. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് പറ്റിയത്, ഞാൻ പുഷ്പാഞ്ജലി പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടുള്ള അമ്പലത്തിൽ നിന്ന് എനിക്ക് അകത്തു നിന്നാണ് പുഷ്പാഞ്ജലി തരാറ്. പക്ഷേ ഇത് സൈഡിലൊരു സെറ്റപ്പ് ഉണ്ട്, അത് കണ്ടോ ഇത്. പക്ഷേ അവിടെ നിന്നാണ് അത് ഞാൻ മേടിച്ചു. പക്ഷെ എൻ്റെ വിചാരം ഇനിയും പുഷ്പാഞ്ജലി തരുമെന്നാണ്. പക്ഷേ അല്ലായിരുന്നു. ഞാനവിടെ ഒരു 1.5 മണിക്കൂർ കണ്ടിരുന്നു, കിട്ടിയില്ല. ഇൻട്രോവേർട്ടായിട്ട് ചോദിക്കാൻ മതിയായിരുന്നു. എന്നിട്ട് ഞാൻ മേടിക്കാതെ ഇങ്ങ് പോകുന്നു. പിന്നെ ഇൻട്രോവേർട്ടുകൾ പുറത്തിറങ്ങി ജീവിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഇൻട്രോവേർട്ടായിട്ടുള്ളവർ അത് മാറ്റാൻ നോക്കുക. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ വഴിയില്ല.